സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 3-ന് തുറക്കും. പ്രവേശനോത്സവത്തോടെയാകും അധ്യയന വർഷം ആരംഭിക്കുക. സ്കൂളിന്റെ സുരക്ഷ ഉറപ്പാക്കലടക്കമുള്ള മുന്നൊരുക്കം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സുനിഷ അയ്യലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഇനി ഒരു മാസം കറക്റ്റ് ആയിട്ടുള്ളൂ. എന്തായാലും എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്? യോഗത്തിലെ വിവരങ്ങൾ. ശ്രുതി, ജൂൺ 3-ന് പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കുമെന്നതാണ്. അതിന് മുന്നോടിയായി തന്നെയാണ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നത്. ഏതായാലും ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട്, സ്കൂളിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ രണ്ട് മാസമായി സ്കൂൾ അടച്ചിട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ സ്കൂൾ കെട്ടിടങ്ങളും കൃത്യമായി സ്കൂൾ പരിസരവും അടക്കം വൃത്തിയാക്കേണ്ടതുണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്കൂൾ കെട്ടിടങ്ങൾക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. വരുന്ന കുട്ടികൾക്ക് ചൂടിന്റെ കൂടി പശ്ചാത്തലമായതുകൊണ്ട് തന്നെ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം. സ്കൂളുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന ഉപയോഗശൂന്യമായ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സ്കൂളുകളിലേക്കുള്ള ഈ ബസ്സുകൾ, സ്കൂളുകളിൽ കുട്ടികളെ എത്തിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾ, ബസ്സുകൾ, അവയ്ക്കൊക്കെ തന്നെ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം എന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ, എല്ലാ കുട്ടികളും സ്കൂളുകളിൽ എത്തുന്നുവെന്നത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഗോത്ര വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി ഗോത്രഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യാൻ ഈ അവസരം നൽകുന്നതിനായി പിന്തുണയ്ക്കാൻ ടീച്ചർമാരുണ്ടായിരുന്നു. ഈ ടീച്ചർമാർ സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ എത്തുമെന്നത് ഉറപ്പാക്കേണ്ടതുണ്ട്. ശുചിത്വ വിദ്യാലയം, ഹരിത വിദ്യാലയം ക്യാമ്പയിൻ നടത്തണം. വസ്ത്രം, പുസ്തകം, ഉച്ചഭക്ഷണം എന്നിവയൊക്കെ ഉറപ്പാക്കണം തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സ്കൂൾ പരിസരത്ത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നില്ല എന്ന് വരുത്തണം. അതിനോടൊപ്പം തന്നെ അതിൽ കൃത്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എക്സൈസ് വകുപ്പ്, പോലീസ് ഇവരൊക്കെ തന്നെയും നിശ്ചിത ഇടവേളകളിൽ കടകളും മറ്റും പരിശോധന നടത്തണമെന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ജൂൺ 3-ഓടുകൂടി തന്നെ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായി നടപ്പാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് വിദ്യാഭ്യാസ വകുപ്പും നൽകുന്നത്. ശ്രുതി.